ഇന്ത്യൻ സൈന്യം ബാലാക്കോട്ടിൽ തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, ഇവർ ഏതായാലും ഭാരതത്തോടൊപ്പമല്ല പാകിസ്ഥാനോടൊപ്പമാണ് എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായിട്ട് നീങ്ങും. ഭാരതത്തിനകത്ത് നിന്ന് ഇത്രയും പാക് അനുകൂല പ്രസ്താവന നടത്തിയിട്ടുള്ള ആൻ്റണിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. മാത്രമല്ല, ഇത് ഈ പാകിസ്ഥാനെ ന്യായീകരിക്കാനാണ് തയ്യാറായിട്ടുള്ളത്. ഈ ഇന്ത്യൻ സൈന്യത്തെ CRPFിലെ 40ഓളം ഭടന്മാരെ കൂട്ടക്കൊല ചെയ്ത പാകിസ്ഥാനെ വെള്ളപൂശാനാണ് ആൻ്റണി തയ്യാറായിട്ടുള്ളത്. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഈ CAA പേരിലും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കേരളത്തിലുടനീളം ഈ മതസ്പർദ്ധ, മതപരമായ വിഭജനമാണ് ഇക്കൂട്ടർ സൃഷ്ടിക്കുന്നത്. പക്ഷേ വോട്ടിന് വേണ്ടിയിട്ട് മുസ്ലിം വോട്ട് കൗശലപൂർവ്വം കരസ്ഥമാക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ CAA പേരിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മതധ്രുവീകരണത്തിന് അവസരമൊരുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പിന്നിൽ മതഭീകര സംഘടനകളാണുള്ളത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഈ മതഭീകര സംഘടനകളുടെ പ്രേരണയാണ്, അവരുമായിട്ടുള്ള അന്തർധാരയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും ഇത്തരത്തിലുള്ള ഓരോ പ്രസ്താവനകളാക്കാൻ അല്ലെങ്കിൽ ഇത്തരം നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് BJP അഭിപ്രായം. മറ്റൊന്ന്, നമുക്ക് ഈ മതതീവ്രവാദ സംഘടനകളുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും ബന്ധമുണ്ട്, കോൺഗ്രസിനും ബന്ധമുണ്ട്. ഇവർ നേരത്തെ തമ്മിൽ അന്തർധാര ശക്തമായിരുന്നു. CAA നിയമം പാസാക്കിയ സമയത്ത് കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും PFIയും SDPIയും സംഘടിപ്പിച്ച പരിപാടിയിലാണ് കോൺഗ്രസ് CPM നേതാക്കന്മാർ പങ്കെടുത്തത്. ഇപ്പോഴത് ഒരു രാഷ്ട്രീയ സഖ്യമായി മാറിയിരിക്കുന്നു. ഈ മതതീവ്രവാദ സംഘടനകൾക്ക് LDFുമായി സഖ്യമുണ്ട്, അതേപോലെ UDFുമായി സഖ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ UDFിൻ്റെ വടകര സ്ഥാനാർത്ഥി തൃശ്ശൂർ സ്ഥാനാർത്ഥിയായി മാറിയത്, അതേപോലെ തന്നെ വടകരയിൽ UDFിൻ്റെ പുതിയ സ്ഥാനാർത്ഥി വന്നതിൻ്റെ പിന്നിൽ UDFും മതതീവ്രവാദ സംഘടനകളും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അല്ലെങ്കിൽ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ്. മുരളീധരൻ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ്. മുരളീധരൻ തീവ്രവാദ സംഘടനകളുടെ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ്. അതായത് മലബാറിൽ തീവ്രവാദ സംഘടനകൾക്ക് അനുയോജ്യനായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു സ്ഥാനാർത്ഥി വടകരയിലുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാഫി പറമ്പിൽ വടകരയിൽ എത്തുകയും അവിടെ നിന്ന് തീവ്രവാദ സംഘടനകളുടെ നിർദ്ദേശമനുസരിച്ചാണ് മുരളീധരൻ ഈ തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷേ ഇതേപോലെ തന്നെയായിരുന്നു നേമത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം നേടാൻ വേണ്ടി മതഭീകര സംഘടനകളുടെ നിർദ്ദേശമനുസരിച്ചാണ് മുരളീധരൻ നേമത്ത് മത്സരിച്ചത്. അതേ രീതിയിൽ BJPയെ തോൽപ്പിക്കാനാണ് മുരളീധരൻ തൃശ്ശൂരും വന്നിട്ടുള്ളത്. പക്ഷേ മുരളീധരനും UDF മനസ്സിലാക്കേണ്ടത് നിയമമല്ല തൃശ്ശൂർ എന്ന കാര്യത്തിൽ മുരളീധരൻ മനസ്സിലാക്കുന്ന നല്ലതാണ്. ജനങ്ങൾ, നേമത്തുള്ള ജനങ്ങളും ഇപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളും ഇവരുടെ UDFിൻ്റെയും LDFിൻ്റെയും തീവ്രവാദ ബന്ധം മനസ്സിലാക്കിയിരിക്കുന്നു. ഇത്തവണ ഈ തീവ്രവാദ സംഘടനകളും LDFും UDFും ഉണ്ടാക്കിയിട്ടുള്ള ഈ അവിഹിത സഖ്യത്തെ ജനങ്ങൾ പരാജയപ്പെടുത്താൻ തയ്യാറാകും. NDA വിജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.